ഇന്നത്തെ കാലത്ത് ഏതൊരു ബിസിനസ് സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമർ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നൊരു മാളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ബില്ലിങ്ങിലെ എക്സിക്യൂട്ടീവ് നമ്മളോട് ചോദിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്, നമ്മുടെ മെയിൽ ഐ ഡി എന്താണെന്നൊക്കെ അല്ലേ. ഇതിനെല്ലാം ശേഷം നമ്മുടെ ഷോപ്പിങ്ങിനെല്ലാം ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഈ മെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ അറൈവൽ ഇതിൻ്റെ എല്ലാം മെസ്സേജസ് നമുക്ക് എത്തുന്നുണ്ടാവും. എന്തിനു വേണ്ടിയാണ്? അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്, നമ്മളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റാബേസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിനെ മൾട്ടിപ്പിൾ വെർട്ടിക്കൽസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ടാവും. ഇൻഫോ എഡ്ജ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച്. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ പല പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സർവീസ് സെക്ടറിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർ പ്രധാനമായിട്ടും 4 ഇൻഡസ്ട്രീസിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എഡ്യൂക്കേഷനാണ്, 2 റിക്രൂട്ട്മെൻ്റ് ആണ്, 3ാമത്തത് മാട്രിമോണിയാണ്, 4ാമത്തതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സർവീസുകളും പല തരത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷനാണ്. Shiksha.com നമ്മൾ പലപ്പോഴും നമ്മളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ സെലക്ഷന് വേണ്ടി അല്ലെങ്കിൽ കോളേജ് സെലക്ഷന് വേണ്ടി സ്കൂൾ സെലക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും Shiksha.com. രണ്ടാമതായിട്ടുള്ളത് നൗക്കരിയാണ്. ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും പുതിയ ജോബ് കണ്ടെത്താനായിട്ട് അല്ലേ. 3ാമത്തത് ജീവൻ സാഥിയാണ്. നല്ലൊരു മാട്രിമോണി സൈറ്റാണ്, നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 4ാമത്തത് 99 acres ആണ്. നിങ്ങൾക്കൊരു റെൻഡർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ 99 acres ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എഡ്യൂക്കേഷൻ, ജോബ്, നമുക്ക് മാരേജ്, ദെൻ അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സകലതുമുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ജോലിയാണ്. ജോലിക്ക് ശേഷം ഒരു ലൈഫ് പാർട്ണറെയാണ്. ലൈഫ് പാർട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് സ്വന്തമായിട്ടുള്ള വീടും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെയാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരേ ഡേറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടി കിട്ടിയിട്ടുള്ള അതേ ഡേറ്റാബേസ് ആണ് പിന്നീട് അത് നമുക്ക് ജോബ് കണ്ടെത്താനായിട്ടും അതിനുശേഷം ഒരു പാർട്ട്ണറെ കണ്ടെത്താനായിട്ടും അതിനുശേഷം നമ്മൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരേ ഡേറ്റാബേസ് തന്നെയാണ് അവരുടെ ബിസിനസ്സിലെല്ലാം ഉപയോഗിക്കുന്നത്. 4 ഡിഫറെൻറ്റ് വെർട്ടിക്കൽസിലേക്കുണ്ട്, 4 ഇൻഡസ്ട്രിയിലേക്കുണ്ട്. ഈ ഇൻഡസ്ട്രിയിലെല്ലാം ഉപയോഗിക്കുന്നത് ഒരേ ഡേറ്റാബേസ് ആണ്. എല്ലാം ടാർഗറ്റഡ് കസ്റ്റമേഴ്സ്, ഒരേ കസ്റ്റമേഴ്സാണ്. പല ഏജാണ്. 18ാമത്തെ വയസ്സിൽ നല്ലൊരു കോളേജ് തപ്പിയെങ്കിൽ, 24ാമത്തെ വയസ്സിൽ നല്ലൊരു ജോലി തപ്പിയെങ്കിൽ, 28ാമത്തെ 30ാമത്തെ വയസ്സിൽ നല്ലൊരു പാർട്ണറെ തപ്പിയെങ്കിൽ, 32ാമത്തെ അല്ലെങ്കിൽ 35ാമത്തെ വയസ്സിൽ നല്ലൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് തപ്പിയെങ്കിൽ അവിടെയെല്ലാം ഇവരുടെ സർവീസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഒറ്റ ഡേറ്റാബേസും. അപ്പോൾ ഡേറ്റാബേസിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ സംബന്ധിച്ച് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടും ഒരേ ഡേറ്റാബേസ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരേ കസ്റ്റമറെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പുതിയ സർവീസുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ ആഡ് ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചും നമ്മളുടെ ഡേറ്റാബേസ് സ്ട്രോങ് ആണെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ വാല്യൂ കൂടി, നമ്മളുടെ ഓപ്പർച്യൂണിറ്റി കൂടി. സോ അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോളുക, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ കസ്റ്റമറുടെയും ഡേറ്റാബേസ് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഡേറ്റാബേസ് കളക്ഷൻ ഏത് ലെവലിലാണല്ലോ, അത് ചെറിയ ലെവലിലാണെങ്കിലും വലിയൊരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരേ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ബുക്കിൽ എഴുതാൻ പറ്റും, ERPയിൽ എൻ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഡേറ്റ കളക്ട് ചെയ്തോളൂ. ആ ഒരു ഡേറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ നിർബന്ധമായിട്ടും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റാബേസ് കളക്ട് ചെയ്യാൻ മറന്നു പോയേക്കരുത്. താങ്ക് യു.